പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 15-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ചയിലേക്ക്, മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അതാതിടങ്ങളിൽ അതിശയകരമായി, അത്ഭുതകരമായി നമ്മെ ഏവരെയും പോറ്റിപ്പുലർത്തിയ സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി നിറവേറ്റിത്തരും. ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ അനേക സന്ദർഭങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ധന്യമായ ഒരു വാക്യമാണ്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ആര് ക്രിസ്തുവിൽ, യേശുവിൽ പരിപൂർണമായി ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, ആ വ്യക്തിയെ അതുപോലെ പരിപൂർണമായി കാക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ ദൈവം മതിയായവനാണ്. അതെ, അതേത് നിലയിലാണ്? ദൈവത്തിൻ്റെ നിലയിലാണ്. നമ്മളുടെ മാനുഷിക ചിന്തയിലല്ല, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അതെ, ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുവാൻ മതിയായ ദൈവമാണ്. അതെ, ഒരു കാര്യം ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകുവാണെങ്കിൽ അത് പൂർണ്ണതയോടെ, ദൈവിക പദ്ധതി അനുസരിച്ച് അനുഗ്രഹത്തോടെ വേണ്ടവണ്ണം നൽകുന്ന ഒരു ദൈവമാണ്. മനുഷ്യനാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത്രയും വേണ്ടായിരുന്നു, അത്രയും ആവശ്യമില്ല, ഞാനത് കൊടുത്തത് കൊണ്ട് അവര് ഈ നിലയിലായി എന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാം, നമ്മൾ ഈ ജീവിതയാത്രയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് ആരെങ്കിലും കണക്ക് നോക്കാറുണ്ടോ? പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളായി അവർ വളരുന്ന കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കണക്ക് നോക്കാതെ, അളവ് നോക്കാതെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് എന്തു കൊടുത്താലും അതിന് കണക്കുണ്ട്. അത് പുറത്ത് കണക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ചിന്തിക്കും, ഞാൻ പപ്പായ്ക്ക് അല്ല എൻ്റെ അപ്പന് കഴിഞ്ഞ മാസം 10,000 രൂപ കൊടുത്തല്ലോ, അതെവിടെ പോയി? അതിൻ്റെ തലേ മാസം 5,000 കൊടുത്തല്ലോ, അതിന് മുൻപ് 10 കൊടുത്തല്ലോ, ഇതൊക്കെ എങ്ങോട്ട് പോയി? കണക്ക് ചോദിച്ചില്ലെങ്കിലും ഉള്ളിലെങ്കിലും ഉണ്ടാവും. പക്ഷേ മാതാപിതാക്കൾ ഒരു കണക്ക് നോക്കാതാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഉറക്കമിളയ്ക്കുന്നത്, കഷ്ടപ്പെടുന്നത്, പാടുപെടുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അതെ, വചനം പറയുന്നു, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രയധികം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ വാക്യം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അതെ, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ അവസ്ഥകളെ മാറ്റിത്തരുവാൻ, പൂർത്തീകരിക്കുവാൻ, നടത്തിത്തരുവാൻ ദൈവം മതിയായവനാണ്, വിശ്വസ്തനാണ്. ഇന്ന് ചില വേദനകളോടെ, ഭാരങ്ങളോടെ ഈ വാക്യങ്ങൾ എൻ്റെ ബ്രദറെ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു,
ധ്യാനിച്ചിരിക്കുന്നു, ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇതുവരെയും എൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും എൻ്റെ സ്ഥിതി പഴയത് തന്നെയാണ്. കണ്ണുനീര്, ദുഃഖം, വേദന. ഒരു ദിവസം ഒന്ന് ചിരിച്ചാൽ പിന്നെ അടുത്ത ഒരാഴ്ച കരയുകയായിരിക്കാം. വിദൂരങ്ങളിലായിരിക്കുന്ന മക്കളുടെ ഫോൺ കോൾ ഒരു ദിവസം സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടും സംസാരിച്ചാൽ പിന്നെ ഒരു മാസം ഫോണേ ഇല്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അതെ, ഇതിനെയൊക്കെ നോക്കിക്കൊണ്ട് ഇന്നത്തെ വാക്യമായ ഫിലിപ്പിയർ 4:19 ഉറക്കെ പറയുക, ഇന്ന് ഞാൻ കടന്നു പോകുന്ന എത്ര വേദന നിറഞ്ഞ, നിന്ദ നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ, സങ്കടം നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ, പരാജയങ്ങൾ മാത്രം മുൻപിലുള്ള എന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് സ്വർഗത്തിലെ ദൈവം വിടുതൽ തരുവാൻ വിശ്വസ്തനാണ്, മതിയായവനാണ്. അത് ആ സ്വർഗീയ പദ്ധതി പ്രകാരം, ആ സ്റ്റാൻഡേർഡിൽ എന്റെ പ്രശ്നങ്ങളെ പരിപൂർണമായി പൂർത്തീകരിപ്പാൻ ദൈവം മതിയായവനാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയൊന്നുമല്ല, വെറും സ്വാന്തന വാക്കുകളുമല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ചെറുതായിക്കൊള്ളട്ടെ, നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ പ്രഷർ, നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ഇഷ്യൂസ് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ദൈവത്തിന്റെ മഹത്വം അനുസരിച്ച്, ആ സ്വർഗീയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പരിപൂർണമായി വിടുവിച്ച് അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. അതിന് എങ്ങും പോകണ്ട, ഒരു രൂപ പോലും മുടക്കണ്ട. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് മുഴങ്കാല് മടക്കി ദൈവസന്നിധിയിൽ അടുത്തു വരിക. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും നമ്മുടെ ശുശ്രൂഷകളെയും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിനം ഒരു വലിയ വിടുതലിന്റെ ദിനമാവട്ടെ. നാം വായിക്കുന്ന വചനം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷകൾ പ്രാവർത്തികമാക്കുവാൻ പ്രാർത്ഥനയോടെ അടുത്തു വരാം. അതെ, ഇന്നത്തെ വാക്യം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും അന്വർത്ഥമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളിൽ, ഭവനങ്ങളിൽ അത് അങ്ങനെ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിടുതൽ നടക്കട്ടെ. അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും അവിടുത്തെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളിൽ വേദനയും രോഗവും നിരാശവും നിന്ദയും പഴിയും സങ്കടവും ഒക്കെ ഉള്ളവരുണ്ട്. ഞങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തണം. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്ന് ദൈവജനം കേൾക്കുന്ന മക്കളുടെ ഉള്ളിൽ വലിയ ധൈര്യം, ശക്തി ഉയരത്തിൽ നിന്ന് പകർന്ന് അവർ ദൈവകൃപയോടെ മുന്നേറുവാൻ, കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി തീരുവാൻ ഇടയാകണമെന്ന് യേശു മെശിയ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ടാവാം, നാം തന്നെ ധ്യാനിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് അത് വ്യത്യസ്തമായ നിലയിൽ നിങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ മാനിക്കട്ടെ. ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം ഇടപെടട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ, ഭാരപ്പെടുത്തുന്ന സങ്കടത്തിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ സ്വർഗീയ നിലയനുസരിച്ച് ഒരു വലിയ വിടുതലായിക്കട്ടെ. ആ വിടുതൽ പ്രാപിക്കുമ്പോൾ നന്ദിയുള്ളവരായി സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.